ഞാൻ വിനോദ്. ഇതെൻ്റെ കഥ അല്ല, ഞങ്ങളുടെ കഥ. ആരോടും ഒന്നും പറയാതെ ഇത്രയും നാൾ ഞാൻ എങ്ങനെയാ എന്നൊന്നും എനിക്കറിയില്ല. അവനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഇനിയൊന്നും മൂടി വെച്ച് നടക്കണ്ടല്ലോ ഏട്ടാ. എന്താ ഇവിടെ? എനിക്ക് ചാടിച്ചാവാൻ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? താൻ എവിടെയുള്ളതാ? എന്തെങ്കിലുമൊക്കെ പറയ്. താൻ എവിടെയുള്ളതാ? ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെ ഉണ്ടായിരുന്നതാ. എൻ്റെ വീട് ഇവിടെ ആയിരുന്നു, പക്ഷെ ഇപ്പം ഇവിടെ അല്ല. തന്റെ പേരെന്താ? വേദിക. എന്തെങ്കിലും ആവട്ടെ, ഇനി ഇവിടെ നിൽക്കണ്ട. എങ്ങോട്ടേക്കാ പോണ്ടേന്ന് പറയും, ഞാൻ കൊണ്ടുവിടാം. എനിക്കെങ്ങോട്ടും പോവാനില്ല. എനിക്കെങ്ങോട്ടും പോവും വേണ്ട. എവിടേക്കും പോണ്ടെന്ന് പറഞ്ഞ് ഇവിടെ തന്നെ നിൽക്കാനാണോ? ഈ രാത്രി എന്തായാലും ഇവിടെ നിൽക്കണ്ട. താ വന്നേ. എന്നാ പിന്നെ താൻ പറ, തന്റെ പ്രശ്നം എന്താ? പറയുന്നില്ല, വെറുതെ മെനക്കെടുത്താനായിട്ട്. ഞാൻ ബാംഗ്ലൂരായിരുന്നു ചേട്ടാ. അതാണോ തന്റെ പ്രശ്നം? അവിടെ നിന്നാണ് എല്ലാതും തുടങ്ങിയത്. ഞാനവനെ ഒരുപാട് വിശ്വസിച്ചു പോയി. ഞാൻ അറിഞ്ഞിരുന്നില്ല അവൻ ഇത്ര വലിയ ഫ്രോഡാണെന്ന്. ഞാൻ നാട്ടിൽ വന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിയണേ, എന്നെ മാത്രമല്ല അവൻ പലരെയും ഇതുപോലെ ചതിച്ചിട്ടുണ്ടെന്ന്. നാട്ടിൽ വന്ന് ഒരുപാട് അവനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് വഴി അവനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് എന്നോട് പറയുന്നത് ഞാനൊക്കെ അവന് നേരം പോക്ക് മാത്രമായിരുന്നു എന്ന്. ഐ മിസ് മൈ സോൾ. ലോട്ട് ഓഫ് പെയിൻസ്. ഫൈനലി ഐ റിയലൈസ്ഡ് ഇത് ബിബിൻ. ചേട്ടൻ കുറച്ചു കാലം മുമ്പ് തേനി പോയപ്പോൾ കൂടെ കൂട്ടിയതാണ്. അന്നോട്ട് നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പം നമ്മുടെ എല്ലാം ആണ്. ഇതിപ്പോൾ എന്ത് പ്രശ്നമാവും? എന്താ നിന്റെ പ്രശ്നം? എനിക്കാണോ പ്രശ്നം? അല്ലെങ്കിലും കല്യാണത്തിന്റെ കാര്യം പറയുമ്പോ നിനക്ക് പറയാൻ ഓരോ കാരണങ്ങളുണ്ടാവും. എന്താണ് ദേവു, കുറച്ചു നേരം സമാധാനമായിട്ടിരിക്കാൻ നേരം ഇട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടോന്നേ? എന്നിട്ട് നീ ഇങ്ങനെ ഓരോന്ന് പറയല്ലേ?
നിനക്കറിയില്ല എനിക്ക് എക്സാം ആണെന്നുള്ള കാര്യം. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റില്ല. എക്സാം കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യണ്ടേ? അതുകൂടെ നീ പറ. എടാ എക്സാം കഴിയണ ഒരു സമയമില്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പറ്റില്ല, എനിക്കിപ്പോൾ തന്നെ അറിയണം. നിനക്കറിയണതല്ലേ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന്. അതൊന്നും ഒതുങ്ങട്ടെ, എന്തെങ്കിലും വഴി ഉണ്ടാക്കാം നമുക്ക്. നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? അല്ലെങ്കിൽ ഞാൻ പറയുന്നതൊന്നും നിനക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ഇതാണോ നിന്റെ പ്രശ്നം? ആ, എനിക്കിതും പ്രശ്നം. ഇത് പാരാ. ഒരു മിനിറ്റ്. ഹലോ ചേട്ടാ. ആ, ആളെൻ്റെ ഒപ്പം ഉണ്ട്. ഇപ്പോൾ വരാട്ടാ. ആ വാ, നമുക്ക് പോവാ. എവിടേക്ക്? ചേട്ടനെ വിളിച്ച വേഞ്ചെല്ലാം പറഞ്ഞു. ഞാനൊന്നുമില്ല. തമാശ കളിക്കലേ, വാ. അതെ, എന്താണെന്നുള്ളതിൽ എനിക്ക് ഒരു പിടിയില്ല. ചേട്ടൻ്റെ സ്വഭാവം നിനക്കറിയാലോ. ഇനി എന്താണെങ്കിലും വരണയിടത്ത് വെച്ച് കാണാം. ഓക്കെ, നീ വിഷമിക്കണ്ട, നമുക്ക് നോക്കാം. വന്ന എന്താ ടൈമിങ്ങല്ലേ? വിളിപ്പിച്ചത് ഡിസ്റ്റർബായടാ. കറക്കൊക്കെ കഴിഞ്ഞടാ. കറക്കം കഴിഞ്ഞാ? എന്താ രണ്ടാളിന് പരിപാടി? നിങ്ങളുടെ കറക്കും കാര്യങ്ങളൊന്നും ആരും അറിയില്ല എന്ന് വിചാരിച്ച് ഈ പരിപാടി നീ അവസാനിപ്പിച്ചോട്ടാ. ഇനി രണ്ടുപേരെ ഒരുമിച്ച് കാണരുത്, മനസ്സിലായി നിനക്ക്? അത് നടക്കില്ല ഏട്ടാ. അങ്ങനെ നിർത്താൻ പറ, നിർത്താൻ പറ്റില്ല. ജീവിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും. എന്താണ്ടാ, നിനക്കൊന്നും പറയാനില്ലേ? കൂടെ നടന്നിട്ടും നിന്നെ മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നിനക്കും പിരിയാൻ പറ്റില്ല അല്ലേ? മോളുടെ എക്സാം എന്നാ തുടങ്ങണേ? അത് അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യും. നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാലേ. എന്തായാലും എക്സാം കഴിഞ്ഞാൽ ഉടനെ വരെ കല്യാണം. അതിനെല്ലാ കാര്യങ്ങളും നീ നോക്കിക്കോ. രണ്ടുപേർക്ക് സന്തോഷമായില്ലടാ? ചേട്ടാ വീരാ, അപ്പൊ ഹാപ്പി അല്ലേ? ഇതളോട് ചേരുന്ന മലർമൊട്ടുപോ ഇണയായി വരുമിന്നു മാംഗല്യനാൾ, ഇരുവരും ചേരുന്ന നാൾ, ആശംസ നേരുന്നു നാം.
നക്ഷത്രം പൊന്നേ നിന്നും കൂട്ടിന്നു ഞാനില്ലേ മനസ്സുകളൊന്നായി മാറിപ്പുണരുമ്പോൾ മധുമന്ദാരപ്പൂവായി ഞാനില്ലേ. എടാ നീ പാട്ടൊന്നും ഓഫാക്കിയേ, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അറിയില്ല. ആരും വന്നിട്ട് കാര്യമില്ല, ഇത് തീരാറായി. മതി, നിർത്തിക്കോ, നീ നല്ല മൂഡായിട്ടുണ്ട്. ഒരെണ്ണം കൂടി വയ്യേ. എടാ ഓക്കെ ശരി, ലാസ്റ്റ് ഒരെണ്ണം. ശരി, ഇതോടുകൂടി നമ്മൾ നിർത്തും. ആന്ന്. ഇത് ലാസ്റ്റ്. ഓക്കെ, ഗ്ലാസ് എടു. എന്നാ എടാ ഇങ്ങോട്ടാ, ഇതോടുകൂടി നിർത്തണം. ഇത് നമ്മുടെ ലാസ്റ്റ്. ശരി. ഒയ്യോ പെട്ടല്ല. കൊള്ളാലോ. ആ അപ്പം നിങ്ങൾക്ക് ഇതാണല്ലേ പരിപാടി? ഇതൊക്കെ ചേട്ടൻ അറിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്നറിയോ? എൻ്റെ പൊന്നെ ചേച്ചിയല്ലേ, ചായക്കല്ലേ. എടാ ഇവളൊക്കെ പറഞ്ഞ ആരും വിശ്വസിക്കാനാടാ. ആ ചിലരുടെയൊക്കെ ജാട കുറച്ചാൽ മതി. ഞാൻ ആമി, 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 മോളെ. എവിടെ പോയി കിടക്കണം? ആമി, 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 ഏട്ടന് ആരോടും ഒന്നും പറയാതെ ഇത്രയും നാൾ ഞാൻ എങ്ങനെയാ എന്നൊന്നും എനിക്കറിയില്ല. അവനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അതിനുള്ളതെല്ലാം ഞാൻ അനുഭവിച്ചു. ഇനി വയ്യ ഏട്ടാ. പിന്നെ വിഷ്ണുവേട്ടനോട് പറയണം, ഇനിയൊന്നും മൂടി വെച്ച് നടക്കണ്ടല്ലോ. ഇനി അതൊന്നും കേൾക്കാനും കാണാനും പറ്റാത്ത അകലത്തേക്ക് ഞാൻ പോവാണ്.
ആ വന്ന നീ മഴ കൊണ്ടാ തലക്ക് അകന്ന അനഞ്ഞലടാ. ഭക്ഷണം കഴിച്ച നീ? ഇരിക്ക്, ഭക്ഷണം എടുക്കാം. കഴിക്ക്. അച്ചാറെങ്ങനെയുണ്ട് നോക്കിയേ. കഴിക്കടാ. ഓ ഓ മേലക്കാകെ പൊടിയാണല്ലടാ. കഴിക്ക് നീ വയറ് നിറച്ച്. അതെങ്ങനെയുണ്ട് നോക്കിയേ. അത് നല്ലതാടാ, അത് കഴിക്കേ. കഴിക്കേ നീ. അതും കൂടി അങ്ങോട്ട് കഴിക്കേ. ചേട്ടൻ ഉണ്ടാക്കിയതല്ലേ. കഴിക്കേ. കഴിച്ചേ. കഴിക്കേ നീ. എടോ ഇറങ്ങ. ഇറങ്ങടോ. സുമേഷ് ഏട്ടാ കണ്ടു കേട്ടോ. എവിടെയാടാ അവരൊക്കെ? അവന്മാർ ഇവിടെ എവിടെയൊക്കെ തന്നെ ഉണ്ട്. ദാ തായതുവരെ അയാളുടെ പേരൊന്നും പറഞ്ഞില്ലല്ലോ. അവൻ്റെ പേരെന്താ പറഞ്ഞേ? നിതിൻ. അവൻ നാട്ടിലൊക്കെ തന്നെ ഉണ്ടല്ലേ?
മോളെ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഒന്നും വേണ്ട ഏട്ടാ. ഹലോ. ആരാ? പോവാം. ചേട്ടാ അപ്പോൾ വരാം. ആ ശരി. എന്താ വൈകിയേ? എടാ ഇവനെവിടെയാ? വിളിച്ചിട്ടുണ്ട്, പോരും. ഇവളുടെ കൂടെ ഉണ്ടാവും വിചാരിച്ചിട്ടാ എനിക്ക് ഞാൻ അവളെ കെട്ടിച്ചു തന്നെ. മനസ്സിലായോ? ഇവന്റെ പുറകെ നീ കുടിച്ച് കുറെ നാളായില്ലടോ. മതിയായില്ലടാ നിനക്ക്. മോളെ ഇവളെയും കൂട്ടി നീ വണ്ടി കയറി. എന്നാലും എന്തിനാ എനിക്ക് വേണ്ടി ഇതൊക്കെ? തനിക്ക് വേണ്ടിയല്ല, അത് ഞങ്ങളുടെ പെങ്ങൾക്ക് വേണ്ടിയാ. ഇല്ലാതാക്കിയത് എന്റെ കുടുംബത്തേടാ. എന്റെ ആമിമോൾക്ക് വേണ്ടി ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടടാ.